എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്ക ഇറാൻ ബന്ധം അതീവ സങ്കീർണമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക ഇറാനിൽ കയറി സംഹാര താണ്ഡവമാടുമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും എയർബേസ് ഉണ്ട്. ഈ എയർബേസിൽ ജോലി ചെയ്യുന്ന അമേരിക്കൻ സൈനികരോടും അമേരിക്കൻ ഒഫീഷ്യൽസിനടുത്തും എന്താ പറയുന്നത്, പെട്ടെന്ന് നിങ്ങൾ അമേരിക്കയിലേക്ക് വരണം, പ്രശ്നം അതീവ ഗുരുതരമാണ് എന്ന തരത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം അമേരിക്ക ഇറാനിൽ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതീവ ഗുരുതരമായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും എന്നാണ് ഇപ്പോൾ ഖമേനി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നറിയോ, ഇൻ കേസ് അറ്റാക്ക് വരികയാണെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാ അമേരിക്കൻ എയർബേസുകളും ഞങ്ങൾ അടിച്ചു തകർക്കും. പിന്നെ അത് മാത്രമല്ല UAE-യിലൊക്കെ ബുർജ് ഖലീഫ വൻകിട കെട്ടിടങ്ങൾ പോലും ഞങ്ങൾ അടിച്ച് ചാമ്പലാക്കും എന്നുള്ളൊരു ഭീഷണി തന്നെയാണ് ഇറാൻ മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. അതായത് അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ എയർബേസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ഇറാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇറാൻ മറുപടി കൊടുക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും എയർബേസ് ഞങ്ങൾ അടിച്ചു തകർക്കും. പിന്നെ അത് മാത്രമല്ല സിവിലിയൻസ് താമസിക്കുന്ന ഏരിയകൾ ബുർജ് ഖലീഫ പോലുള്ള ബിൽഡിങ്ങുകളും ഞങ്ങൾ അടിച്ച് തകർക്കും എന്നുള്ളൊരു ഭീഷണി തന്നെയാണ്, ഏറ്റവും പുതിയ ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറാണ്. അത് അമേരിക്ക ഒഫീഷ്യലി പറഞ്ഞല്ലോ ഞങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന്. അതായത് അതെന്തിനാണെന്ന് വെച്ചാൽ ഇൻ കേസ് അമേരിക്ക ഇറാനിൽ കയറി അടിക്കുമ്പോൾ ഈ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്. പക്ഷേ അങ്ങനെയല്ല, അത് ആ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി തന്നെയാണ്, അവരുടെ അമേരിക്കയുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി തന്നെയാണ് ഖമേനി പറഞ്ഞത്, നമ്മൾ ഈ രാജ്യങ്ങളിലെ എല്ലാ, പ്രത്യേകിച്ച് സൗദിയിലും UAE-യിലും ഒക്കെ എയർ ബേസുകൾ ഞങ്ങൾ ഒരു കാരുണ്യമില്ലാതെ തന്നെ തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബുർജ് ഖലീഫ പോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഈ UAE-യും ഇതിൻ്റെയൊക്കെ വലിയ അറബ് ലോകത്തിൻ്റെയൊക്കെ വലിയ ഒരു ഐക്കോണിക് സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ അടിച്ച് തകർക്കുന്നില്ല ഭീഷണി വന്നു കഴിഞ്ഞാൽ അത് അവിടെ പെടുന്നത് അമേരിക്കയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഈ രാജ്യങ്ങൾക്ക് എയർ ബേസ് ഉള്ളത് കൊണ്ടാണ് ഇറാൻ കയറി അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അമേരിക്കക്കുണ്ടാവും. അപ്പോൾ അത് വലിയ രീതിയിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും. ഇത് ഇങ്ങനെ ഞങ്ങളെ കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറബ് ലോകം എല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇറാനെ ആക്രമിക്കും എന്നാണ് ഇപ്പോൾ ഈ GCC ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളൊക്കെ അറിയാം, നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ഈ UAE-യിലും സൗദിയിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തിൽ കയറി അടിക്കും എന്ന് തന്നെയാണ് ഇവർ ഖമേനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അമേരിക്ക മേലുള്ള പ്രഷർ തന്നെയാണ്. ഇൻ കേസ് അമേരിക്ക എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കഴിഞ്ഞാൽ, അതായത് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇറാനിൽ നടത്തുകയാണെങ്കിൽ, ഇൻ കേസ് ഖമേനിനെ പിടിച്ചു കൊണ്ടുപോയാൽ പോലും ഇറാൻ വെറുതെ ഇരിക്കില്ല. അവിടുത്തെ സൈന്യവും അവിടുത്തെ കമാൻഡോസും അവരുടെ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഈ ഡിഫൻസ് സെക്ടറിൽ തന്നെ ഒരുപാട് സെറ്റപ്പുകളിലുള്ള ഒരാളാണ് ഈ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇറാനിൽ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന് ഏകദേശം 20,000 പേർ കൊല്ലപ്പെട്ടു. ഈ ഖമേനിക്കെതിരെയുള്ള പ്രക്ഷോഭം എത്രയോ വർഷങ്ങൾ 2000 തൊട്ട് ഇങ്ങനെ കലാപങ്ങൾ ഇങ്ങനെ ഓരോ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കലാപത്തിലും 1000, 2000, 3000 പേരൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഖമേനിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ എന്താണെന്നറിയോ, ഈ ഖമേനി അവിടെ കൊണ്ടു നടക്കുന്ന ആ സൈന്യവുമായാലും കമാൻഡോസ് ആയാലും അവരുടെ കുറച്ച് ഇൻ്റലിജൻസ് സെറ്റപ്പായാലും അവരുടെ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗം എല്ലാം ഖമേനിയുടെ കൂടെയാണ്. ഇപ്പം ബംഗ്ലാദേശിൽ കണ്ട എന്താണ്, ബംഗ്ലാദേശിൽ അവിടെ ഈ സുഡാപ്പികളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സമരം ചെയ്യുമ്പോൾ പോലീസും സൈന്യവും എല്ലാവരും കൂടി ആ സമരക്കാരൊപ്പം നിന്നു. നമുക്കറിയാം ഈ പോലീസാണ് ഈ അടുത്ത കാലത്ത് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ പിടിച്ചിട്ട് സമരക്കാർക്ക് ഇവർക്ക് കൈമാറിയില്ലേ, അതിനുശേഷമാണല്ലോ പുള്ളി കൊല ചെയ്യപ്പെട്ടെ. അപ്പോൾ ആ ഒരു സംഭവം ഇറാനിലില്ല. അതുകൊണ്ടാണ് ഈ ഖമേനിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഇൻ കേസ് അമേരിക്ക ഈ വെനസ്വേലയിൽ നടത്തിയ മെഡൂറിനെ പോലെ പൊക്കിക്കൊണ്ടുപോയാൽ ഖമേനിനും പൊക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഖമേനി ഊട്ടി വളർത്തുന്ന ഇവരുണ്ടല്ലോ, ഇവർ എപ്പോഴും ഓൾവേസ് ഈ ഖമേനിൻ്റെ കൂടെയാണ്. അപ്പോൾ അവർ വെറുതെ ഇരിക്കില്ല, അവർ തീർച്ചയായിട്ടും അവർക്ക് അറിയാം എവിടെ അടിക്കേണ്ടതെന്ന്. അമേരിക്കേൻ്റെ പത്തി നോക്കിയിട്ട് തന്നെ അടിക്കും. എനിക്ക് അമേരിക്കയിൽ തന്നെ അടിക്കണമെന്നില്ല, അത് ഇസ്രയേലിലും അടിക്കും, ഇസ്രയേലിലും ബാധിക്കും. അത് ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് UAE, സൗദി പോലുള്ള രാജ്യങ്ങളിൽ അവർ അടിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ നോക്കുകയാണ് ഈ ബുർജ് ഖലീഫയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ആർക്കിടെക്ചറാണ് ആ സംഭവം. അപ്പോൾ അവിടേക്ക് ഒരുപാട് മലയാളികളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, ഇന്ത്യക്കാരൊക്കെ തിങ്ങിപ്പറക്കുന്ന സ്ഥലമാണ്. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ടാകും. നാശനഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കല്ലെടുത്ത് ഇടാൻ പോലും, ഒരു സൂചി വീണാൽ പോലും താഴെ വീഴില്ല. അങ്ങനെ ബഹുനില കെട്ടിടങ്ങളുള്ള സ്ഥലമാണ് UAE ആയാലും ഈ സൗദി ആയാലും ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ കൊണ്ട് ഈ ആൾ താമസിക്കുന്ന സ്ഥലത്ത് ഇറാൻ കൊണ്ട് ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ദുരന്തം അറബ് ലോകം ഫേസ് ചെയ്യുന്നു എന്ന് കണ്ടിട്ട് തന്നെയാണ് തുർക്കിയുടെ ഒരു ഫോറിൻ മിനിസ്റ്റർ ഉണ്ട്, അയാളുടെ പേര് ഹക്കൻ ഹിദാൻ. ഈ ഹക്കൻ ഹിദാൻ ഉണ്ടല്ലോ, ഇസ്രയേലിനെ വിളിക്കുന്നു, അമേരിക്കയെ വിളിക്കുന്നു, പിന്നെ ഗ്രീസിനെ വിളിക്കുന്നു, ഇന്ത്യയിലേക്ക് വിളിക്കുന്നു, എല്ലാവരും വിളിച്ചിട്ട് പറയാണ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് ഈ അമേരിക്ക ഒരു അറ്റാക്ക് ഒഴിവാക്കുക, അതായത് ആ ഒരു ഫേസ് ഓഫ് ഒഴിവാക്കുക. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയില്ലെങ്കിൽ മൊത്തത്തിൽ ബാധിക്കുന്നത് ഇറാൻ പറഞ്ഞിട്ട് തുർക്കി ഞങ്ങൾ അടിക്കും, ഇസ്രായേലിനെ അടിക്കും, പിന്നെ എല്ലാ രാജ്യങ്ങളും അടിക്കും. അത് മൊത്തത്തിൽ ഈ അറബ് ലോകത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഭവം തന്നെയായിരിക്കും അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയില്ലെങ്കിൽ, അതായത് അമേരിക്ക രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്, അതായത് അടിക്കും ഇപ്പം അടിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഖമേനി പറയുന്നത് അടിക്കടാ, ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കടാ എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ കട്ടക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, അതായത് അമേരിക്ക ആയാലും ഇറാനായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ
ഈ ഒരു യുദ്ധം ഒഴിവാക്കേണ്ടത് അറബ് ലോകത്തിൻ്റെയും എന്താ പറയുക ഈ തുർക്കിയുടെയൊക്കെ ആവശ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യു എയിലും സൗദിയിലൊക്കെ കയറി അടിച്ചു കഴിഞ്ഞാൽ സൗദിയൊക്കെ ഇപ്പം വലിയ രീതിയിലുള്ള മതം വിട്ടിട്ട് പാശ്ചാത്യ എന്താ പറയുക വെസ്റ്റേൺ കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ പ്രോജക്റ്റുകൾ, അതായത് 2030 വേൾഡ് കപ്പ് നടക്കേണ്ട സ്ഥലം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗദിയെ വേറെ ലെവലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ യു എ ഒക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പോൾ ഒരു സൂചി വീണാൽ പോലും താഴെത്താത്ത രീതിയിലുള്ള അത്രയും ബഹുനില കെട്ടിടങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ 1-2 മിസൈൽ പതിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ചെറിയ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാവുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനത്തെ 1-2 മിസൈൽ വീണ് കഴിഞ്ഞാൽ യു എയും സൗദിയൊക്കെ വെറും മരുഭൂമിയായി മാറും. പിന്നെ വലിയ രീതിയിൽ അറ്റാക്ക് അവിടെ നടത്തി കഴിഞ്ഞാൽ മരുഭൂമിയായി മാറും. നമുക്കറിയാം ഇപ്പോൾ ഖത്തർ പോലുള്ള രാജ്യങ്ങളൊക്കെ, ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലും അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് സൈന്യവുമില്ല, ഈ അമേരിക്കൻ എയർബേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഖത്തറിൽ കയറി ഇസ്രായേൽ അടിച്ചില്ലേ, ഹമാസിൻ്റെ ലീഡേഴ്സിനൊക്കെ, ഹമാസിൻ്റെ തീവ്രവാദികളൊക്കെ കയറി അടിച്ചില്ലേ. അപ്പോൾ ആ സമയത്ത് ഖത്തർ എന്താ പറയുക, ഞങ്ങൾ തിരിച്ചടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടായോ? പറ്റില്ല എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അവർ ഈ അമേരിക്കയുടെ ആ എയർബേസും എന്താ പറയേണ്ടത്, ആ ഒരു പ്രൊട്ടക്ഷൻ അതിന് ഉണ്ട് എന്ന ഒരു ബലത്തിൻ്റെ പുറത്ത് അവിടെ നിൽക്കുന്നത്. എന്തിനാ അവിടുത്തെ ഖത്തറിലെ രാജാവിന് പോലും അവിടുത്തെ സർവ്വസൈന്യാധിപന് പോലും ഈ അമേരിക്കൻ എയർബേസിൽ എൻട്രി ഇല്ല. സ്പെഷ്യൽ അമേരിക്കൻ ഭരണകൂടത്തിന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് കടക്കാൻ പോലും പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഖത്തറും ഇത്തരം രാജ്യങ്ങളൊക്കെ ഒരു മിസൈൽ വന്ന് കിട്ടാൽ മതി, എല്ലാം തീരും. അപ്പം ഇവർ ഭീഷണി തന്നെയാണ്, അതായത് പരസ്യമായി ഭീഷണി. അമേരിക്കയിൽ നിന്ന് പിന്മാറണം, ഒരു കാരണവശാലും ഇറാനിൽ ഇടപെടരുത് അമേരിക്ക. അതിനുവേണ്ടി തന്നെയാണ്, അത് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന്, ബുർജ് ഖലീഫ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ അടിച്ച് നിരത്തുമെന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതായത് മുമ്പ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എന്താ ചെയ്തത്, ഇന്ത്യക്ക് വലിയ മാനുഷിക പരിഗണനയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അതായത് ലഷ്കറിൻ്റെയും മറ്റേ ഇവരൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കയറി പ്രിസിഷൻ അറ്റാക്ക് നടത്തിയത് നമ്മളെ പിക്ചറൊക്കെ കണ്ടില്ലേ, വീഡിയോസൊക്കെ കണ്ടില്ലേ. കറക്റ്റ് ഒരു സിവിലിയൻസിന് പോലും ഡാമേജ് ഉണ്ടാവില്ല, അടുത്തുള്ള ഒരു വീടിന് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടുണ്ടാവില്ല. അത്രയും ആക്യുറേറ്റ് ആയിട്ട് പ്രിസിഷൻ അറ്റാക്കാണ് ഇന്ത്യ നടത്തിയത് ഓപ്പറേഷൻ സിന്ദൂരിൽ. അത് ഇന്ത്യ മാനുഷിക മൂല്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇവിടെ ഇറാൻ പറയണം, അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് കളി മാറും. കളി എന്ന് വെച്ചാൽ വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ മാറും. എന്തിനാലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം വെച്ചാൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും. നമ്മൾ ഈ മൊബൈലിൽ കാണുന്നതും അതായത് ന്യൂസുകളൊക്കെ വരുമ്പം കുറേ നാളെ കേൾക്കുന്നു അമേരിക്ക ഇറാൻ ഇങ്ങനെ ഇപ്പടിക്കുന്നു പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് അടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഈ മൊബൈലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷേ യുദ്ധക്കെടുതി അനുഭവിച്ചവർക്ക് ഇത് മനസ്സിലാവും. വല്ലാത്ത ഇതാണ്. അതായത് നമ്മൾ കാണിപ്പിച്ച് ഈ ഓരോ വീഡിയോകളും ഫുട്ടേജസൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ഒന്നും ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അതായത് അമേരിക്ക ഇറാനിൽ കയറി അടിക്കുന്നതും ഇറാൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ കയറി അടിക്കുന്നതും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇത് ഒരു ടോക്കിൽ എന്താ പറയേണ്ടത്, ഒരു ടോക്കിലോ അങ്ങനെ എന്തെങ്കിലും ഡെലിഗേഷനിൽ എന്താ പറയേണ്ടത് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യട്ടെ. നമുക്ക് അതിനെ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. മറ്റേ വീഡിയോ കാണാം.